ചേച്ചി വിട് ഡ്രൈവറണ്ണാ. എത്താറായി. ഒരു വരുമെന്ന് പറഞ്ഞിട്ട് കുറെ നേരമല്ലോ. ഇപ്പൊ ഏതൊരു ബസ്സിൽ വരാൻ. എടാ ഇത് ഏത് ബസ്സാ? ബസ് എനിക്ക് தெரியாது. എടാ ഷിൻഷനെ, നമ്മളങ്ങനെ കാത്തിരുന്ന ദിവസം എത്തി. നമ്മളങ്ങനെ ഫൈനലി കൊമ്പൻ ദാവൂദിൽ നമ്മുടെ മൂന്നാറിലേക്ക് ട്രിപ്പ് എത്തി. ഇങ്ങനെ മൂന്നാർ റോഡൊക്കെ എത്താറായിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നിങ്ങൾ അടുത്ത ഏത് സ്ഥലത്ത് ട്രിപ്പ് പോകണമെന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ സ്ഥലത്ത് തന്നെ പോവാം. അപ്പോൾ ലെറ്റ്സ് ഗോ, മൂന്നാറിലോട്ട് പോവാം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനത്ത് സ്വകാര്യ ബസ് ഉടമകൾ ആഹ്വാനം ചെയ്ത സൂചനാ സമരം തുടങ്ങി. സ്വകാര്യ ബസ് ഉടമകളുമായി ഇന്നലെ ട്രാൻസ്പോർട്ട് കമ്മീഷൻ നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെയാണ് സംയുക്ത സമരസമിതി പണിമുടക്കുന്നത്. വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് കൂട്ടണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക്. ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹാരമുണ്ടായില്ലെങ്കിൽ 22 മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങാനാണ് തീരുമാനം. തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ ഇന്ന് അർദ്ധരാത്രി മുതൽ ദേശീയ പണിമുടക്ക് കൂടി വരുന്നതോടെ ജനജീവിതം സ്തംഭിച്ചേക്കും. ഫൈനലി ഗൈസ്, ആ ദിവസം വന്നിരിക്കുകയാണ്. നമ്മുടെ ആണെങ്കിൽ ലോസ് ആഞ്ചലോസിൽ ഇനി ഒരു ബസ് പോലും ഓടൂല. അതുകൊണ്ട് തന്നെ ഞാൻ KSRTC സ്റ്റാൻഡിലാണ് വന്നിരിക്കുന്നത്. കാരണം ഇവിടെ മൂന്നാർ പോകണ വല്ല ബസ്സും ഉണ്ടെങ്കിൽ നമുക്ക് മൂന്നാറിലേക്ക് ട്രിപ്പ് പോവാം. ഇപ്പോൾ ലോസ് ആഞ്ചലോസിൽ ഇനി ഒരു ബസ് ഓടൂല എന്ന് തോന്നണം. കുറേ ഇവിടെ എന്തൊക്കെയോ പരിപാടിയും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കതൊന്നും മൈൻഡാക്കണ്ട. നമുക്ക് മൂന്നാറിലേക്ക് പോകാൻ നല്ലൊരു കിടുക്കൻ ബസ് കിട്ടണം, അത്രേ ഉള്ളൂ നമ്മുടെ മൈൻഡിൽ. ഇവിടെ കുറേ ബസ് കിടപ്പുണ്ട് മച്ചാന്മാരെ. അപ്പോൾ നമുക്ക് ഈ ബസ് KSRTC അല്ലെങ്കിൽ വല്ല വയനാടിൽ നമുക്ക് പോയല്ലോ. വയനാടിൻ്റെ ബസ്സിൽ പോയിരുന്ന കിടുക്കനായിരുന്നു. അതിനല്ലേ ഇടയ്ക്ക് ബസ് സിമുലേറ്ററിൽ വയനാടിൻ്റെ ഇത് കണ്ടിട്ട് നമ്മുടെ എന്തായിരുന്നു പുള്ളിയുടെ പേര്, ആ വയനാടൻ ട്രാവൽസിൻ്റെ ആ പുള്ളിയാണെങ്കിൽ, സോറി വയനാടനല്ല, അത് KSRTC ബസ്സിൻ്റെ സൈഡ് ചെയ്തിരിക്കുകയാണ്. വയനാടൻ ബസ്സിൻ്റെ ഇവിടെ കുറേ പോലീസ് ഉണ്ടല്ലോ. സാറേ എന്ത് പോലീസല്ലായിരുന്നോ? സോറി ചേട്ടാ. അപ്പോൾ ചേട്ടാ ഇവിടെ എനിക്ക് വല്ല ബസ്സും തരുമോ? അല്ല നമ്മുടെ വണ്ടി ഓടിക്കാൻ. പോടാ നിനക്ക് ഇവിടെ ബസ്സുമില്ല, ഒരു തേങ്ങയുമില്ല. ഇവിടെയാണെങ്കിൽ ഒരുത്തനെ പോലും ഓടിക്കാൻ ബസ്സില്ല. പിന്നെയാണ് നിനക്ക് എന്തിനാ ബസ് ചെയ്യുന്നത്? നിനക്ക് ബസ് കിട്ടിയിട്ട് വല്ല കയറ്റി ഇറക്കാനാണോ വല്ലതും? സാറേ ചേട്ടൻ, ഞാൻ സിനിമയെ കാണാൻ വല്ല റോളക്സും ദില്ലിയൊന്നും അല്ല. ഞാൻ ചുമ്മാ മൂന്നാർ ട്രിപ്പ് പോകാനാണ്. വേണമെങ്കിൽ ഞാൻ പോണതിനും വരണതിനും വീഡിയോ ചേട്ടനാണെങ്കിൽ കാണണമെങ്കിൽ എൻ്റെ ചാനലിലേക്ക് കയറി അങ്ങ് ചെക്ക് ചെയ്ത്. ചാനലിന്റെ പേരെന്തായിരുന്നു? ചാനലിൻ്റെ പേരാണ് വിജയകുമാർ കോവളം. ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് നമുക്ക് സബ്സ്ക്രൈബും കൂടി ചെയ്യിച്ച്. മറന്നു പോകാതിരിക്കാൻ ഈ പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്ത് ചെയ്യണം? നിനക്കെന്ത് ഇത് KSRTC ഏത് വേണം? KSRTC ഈ നോർമൽ തന്നെ വേണമെന്നില്ല. വല്ല KSRTC ഷിഫ്റ്റ് വല്ലതും ഉണ്ടെങ്കിൽ അതെടുക്കാം. അല്ലെങ്കിൽ വല്ല KSRTCയുടെ ടൂറിസ്റ്റ് ബസ് വല്ലതും ഉണ്ടെങ്കിൽ അതും എടുത്തോ. ടൂറിസ്റ്റ് ബസ്സാ? എന്തായാലും എന്നെ കൊണ്ടൊന്നും എടുക്കാൻ പറ്റൂല. നീ വേണമെങ്കിൽ അകത്ത് ചോദിച്ചു നോക്ക്, സാറ് വല്ലതും എടുത്ത് തരും. ഇല്ല, ഞങ്ങളെടുത്ത് ഞങ്ങളുടെ ജോലി തെറിക്കും മോനെ. അല്ലെങ്കിൽ ഞാൻ എടുത്തു തരുമായിരുന്നു. എൻ്റെ ചാനലിന്റെ സബ്സ്ക്രൈബർ ഞാനിപ്പോ ആവും. എന്തായാലും നീ പോയി അകത്ത് ചോദിച്ചു നോക്ക്, അതാണ് നിന്റെ നല്ലത്. ഓക്കെ ഏട്ടാ, എന്നാൽ കുഴപ്പമില്ല, ഞാൻ അകത്ത് തന്നെ ചോദിച്ചേക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് ഇവിടെ നിന്നൊന്നും കിട്ടും സാധ്യതയില്ല. സാധ്യത ഉണ്ട്, പക്ഷെ ആ ചേട്ടൻ്റെ ജോലിയെ അത് ബാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് അകത്തോട്ട് പോയി അവിടെ തന്നെ ചോദിക്കാം. KSRTC ബസ് എന്ന് പറഞ്ഞാൽ കിടക്കുന്ന സാധനമുണ്ടോ ഗൈസ്? ഇവിടത്തേക്ക് ബസ് എന്തിനാടേ? ഇതും ബീച്ചിൻ്റെ സൈഡിലേ ഇത് KSRTC ബസ് സ്റ്റാൻഡ്. നല്ല സീൻ സാധനം. സാധാരണ നമ്മുടെ മറ്റേ വേളാങ്കണ്ണിയൊക്കെ ബസ് സ്റ്റാൻഡ് ബീച്ചിൻ്റെ സൈഡിലാണ്. അതുപോലെ തന്നെയാണ് ഇതും. അപ്പോൾ അകത്ത് ചോദിക്കാം. ചേട്ടാ, എനിക്കിവിടെ നിന്ന് ബസ് ഒരെണ്ണം വേണമായിരുന്നു. എനിക്ക് മൂന്നാർ ട്രിപ്പ് പോകാനാണ്, പറ്റുമോ? ഗൈസ്, എന്നെ അല്ലായിരുന്നു കേട്ടോ അവിടെ നിന്ന് ആ ചേട്ടനെ പറഞ്ഞു. ചേട്ടാ, എനിക്കൊരു ബസ് വേണമായിരുന്നു. ബസ് എന്തായാലും പറ്റൂല, ഇന്ന് ഹർത്താലാണെന്ന് അറിഞ്ഞുകൂടാ. ചേട്ടൻ എന്നെ അറിഞ്ഞൂടെ? ഇപ്പം പറഞ്ഞു കൊടുക്കേട്ടാ, ഇവന്മാർക്കൊന്നും മനസ്സിലാവില്ല. അല്ലെങ്കിൽ ഫ്രാങ്ക്ലിൻ ആയാലും എന്തായാലും ഇത്ര വിളിക്കണ്ട. എന്തായാലും നേരത്തെ എന്താ നിനക്ക് വേണ്ട പറ. ഞാൻ ഇത്ര നേരം മര്യാദക്ക് അല്ലേടോ ചോദിച്ചത്. സാർ അങ്ങനെ ടോക്ക്. എനിക്ക് നിന്റെ ബസ്സും വേണ്ട, ഒരു തേങ്ങയും വേണ്ട. ഞാൻ ഇവിടെ നിന്റെ ബസ് സ്റ്റാൻഡിന്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ കൊമ്പലിന് കയറി ട്രവറിനെ ഒന്ന് വിളിക്കും. ട്രവർ ഒരു കൊമ്പൻ ബസ് നമ്മുടെ ലാമറിൻ്റെ നിന്ന് എടുത്തുണ്ട്. ഞാൻ ഇവിടെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ കിട്ടുമെന്ന് നോക്കാൻ വന്നാൽ. എന്തായാലും ഞാൻ ബാഗൊക്കെ എടുത്ത് ഫ്രണ്ടിൽ നിൽക്കാം. നീ എന്തായാലും വണ്ടിയും കൊണ്ടോ. ഇതിനകത്ത് ഡ്രിഫ്റ്റ് മോഡൊക്കെ ഉണ്ടോടാ? എനിക്കിനി ചെറിയ ഡൗട്ട്. അവിടെ കൊണ്ടുവന്ന് നല്ല പാർക്ക് ചെയ്യേണ്ടത് അതുകൊണ്ടാ. ഓക്കെ, 3, 2. ഓക്കെ ഗായ്സ്, നമ്മളങ്ങനെ ഇവനെയും കാത്ത് നിൽക്കുകയാണ്. നമ്മുടെ ഇവിടെ മറ്റവനും വന്ന്. ഓക്കെ, ഇത് ഏട്ടാ കൊമ്പൻ ദാവൂദാ. എടാ, ബാൻ ചെയ്ത വണ്ടി അവന്മാരുടെ കയ്യിലെങ്ങനെ? ട്രവർ ചോദിച്ചാ ആരും വണ്ടി തരും. നീ കയറി എല്ലാരും കയറി. ബാഗൊക്കെ ഈ സൈഡിലെ ട്രവർ ചോദിച്ചാ
പട്ടി വരെ എല്ലും കഷ്ണം തരും. റിയൽ റിവഞ്ച് കണ്ട ഇതൊക്കെയാണ് റിയൽ റിവഞ്ച്. നമ്മുടെ ഫ്രണ്ട് വെച്ച് തന്നെ നമ്മുടെ മുമ്പിൽ കൂടെ അവന്മാർ കൊമ്പുണ്ടാവും ഇറക്കി ബാൻ ചെയ്ത വണ്ടിയോ. എടാ ഇതൊക്കെയാണോ ഫ്രാങ്ക്ലിന്റെ അപ്പൊ ചേട്ടന്മാരെ പിന്നെ മറക്കണ്ടല്ലോ, മറക്കാൻ പറ്റാത്ത ആ ചേട്ടന്മാര് തന്ന് അവിടെ തിരിച്ചു വന്നു. അതിനിപ്പോ ഡ്രൈവറെ വണ്ടി എടുക്കടാ. ഓക്കേ സാർ. 1 hour later. വേറെ വണ്ടി ഓടിക്കൂലെന്ന് പറഞ്ഞു. ഭയങ്കര അവന് ഹെവി ലൈസൻസ് ഇല്ല. കളിയാക്കണ്ട, നിന്റെ കെട്ടിയോനും ഇല്ലല്ലോ. നീ ഇടിയൊന്നും വേണ്ടട്ടെ, നമ്മുടെ ബസ്സിനകത്ത് അങ്ങനെയൊന്നും പാടില്ല. ഞാൻ എപ്പത്തൊട്ട് അണ്ണനായത് ഫ്രാങ്ക്ലിനാണ്, ഞാൻ മാത്രമേ അണ്ണനെ അണ്ണാന്ന് വിളിക്കാറുള്ളൂ. അത് അവളിപ്പോൾ വിളിച്ചല്ലേ, കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും. അതില്ലെങ്കിൽ വീണ്ടും ഇടിക്കുകയാണ് നമുക്ക് വിളിച്ച്. ഓക്കെ ഗൈസ്, അപ്പോൾ ആരെങ്കിലും പാട്ട് പാടാനുണ്ടോ വണ്ടിയിൽ? പാടാം. എന്ത് കേട്ടില്ല, ഉറക്കെ പറയടി. ധൈര്യം ഉണ്ടെങ്കിൽ ഏയ് പാടി തുടങ്ങുകയാണ്. ஞாபகம் மூழுதே മനമെങ്കോ പോകുതേ. പാട്ട് നിർത്തിക്ക്, എന്തൊക്കെയോ പറയണോ? ഞാനും നിങ്ങളുടെ കൂടെ വന്നോട്ടെ പ്ലീസ്. ആ കുഴപ്പമില്ല, കയറിക്കോ. ഡ്രൈവറിന്റെ സൈഡിൽ സീറ്റ് ഉണ്ട്, അപ്പൊ കയറിക്കോ അവിടെ. ഇവൻ കുറെ നേരമല്ല കാണും. പേടിക്കല്ലേ, ഞാൻ പിടിച്ചങ്ങ് അടിക്കും. ചേട്ടന്റെ വീട് എവിടെയാണ്? കട സുരേഷിന്റെ കടയുടെ സൈഡിൽ ഉള്ളത് ചേട്ടാ. എന്തോലും അത് മതി. ഓക്കേടാ ഫ്രാങ്ക്ലിനെ, നമുക്ക് പാട്ട് പാടാം. ബലമ പിത്താ പിത്താമേ ബലമ പിത്താ പിത്താമേ ബല പിത്താ പിത്താമേ ബലമ പിത്താമേ കീറി കീറി സുഖുവിന്റെ നിക്കറ് കീറി പാടി പാടി ഫ്രാങ്ക്ലിൻ പാടി. ഞാൻ പാടിയെന്നാ. ഓടി ഓടി സുഖു കണ്ടം വഴിയൊടി പാടി പാടി അത് പാടി. ഓ ഫ്രാങ്ക്ലിൻ പാടിയില്ലോ, പാടി ഫ്രാങ്ക്ലിൻ മടുത്തല്ലോ. പാടി ഫ്രാങ്ക്ലിൻ മടുത്ത് ഓടി തള്ളിയില്ലോ. ഓ ഫ്രാങ്ക്ലിൻ ഓടിയില്ലോ. ഏ പിത്താ പിത്താമേ പിത്താ പിത്താമേ ഫ്രാങ്ക്ലിൻ ഓടി പിത്താ പിത്താമേ പിത്താ പിത്താ പിത്താമേ. ഫ്രാങ്ക്ലിൻ ഓടിയപ്പോൾ ഞാൻ കണ്ടം വഴി ഓടി. കണ്ടം വഴി ഓടിയപ്പോൾ തലയും കുത്തി അടിച്ചു വീണ്. മതി മതി. അടുത്ത ഫെജോ കഴിഞ്ഞ് ഫെജോയും വേടനും കഴിഞ്ഞാൽ നീ ആയിരിക്കും അടുത്ത റാപ്പർ. ഞാനൊരു പാട്ട് പാടാം തുടങ്ങാണ്. താങ്കിടക്ക ചില്ലം ചില്ലം പകക്കിടക്കം പില്ലമിടക്കി ഏരെ കാവടി പൂരം കാണും ഏരെ കുത്തിരി വണ്ടിക്കടിയുടെ മേലും കാവടി മേളം കറഞ്ഞ് ചിറഞ്ഞ് മറിഞ്ഞ് പുറമേ അടികാളപ്പെടാൻ ദൈവമേ. ആലങ്കാട്ടെ ചെമ്പച്ചാരുടെ ചെറുകിടകിടകിടകിടകിടത്തി മുടുത്തി വരുമ്പോൾ കാവടി എത്തുമിരുന്ന് ഒറ്റടിയൂട്ടും തളയാതം പത്തമടിഞ്ഞ് മരുന്ന് നേരം. ഇത്ര എനിക്കറിയുള്ളൂ, നടത്തിക്കോ. അപ്പൊ നിർത്താം. ഓക്കെ, എല്ലാം ഇറങ്ങ്. വണ്ണാണ് ഇറങ്ങേണ്ടത്, അപ്പൊ ഞാൻ രണ്ടാമത് ഇറങ്ങാം. അപ്പൊ ഞാൻ ഇവിടെ വായു വിഴുങ്ങാൻ നിക്കണം. നീ ഒന്ന് ഇറങ്ങി പോടയൊക്കെ. എന്താണൊന്ന് ഇറങ്ങട. എന്തുവാണ് എല്ലാവരും കൂടെ ഇടിയുണ്ടാക്കണം അതിൻ്റെ ഇടയിൽ കിടന്ന്. വയസ്സ് നമ്മൾ മൂന്നാർ എത്തുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് ഫുഡ് കഴിച്ചിട്ട് കാണാം. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് കാണാം, അതുവരെ എല്ലാം കൂടെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ മൂന്നാർ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എത്തിയത്. അപ്പോൾ നമ്മുടെ മൂന്നാറിൻ്റെ അടുത്തെത്താറായിട്ടുണ്ട്. ഇനി ഒരു 3 മിനിറ്റത്തെ യാത്രയേ ഉള്ളൂ നമ്മുടെ മൂന്നാർ എത്താൻ. കുഴപ്പമില്ലടി മാർഷ, നീ തന്നെ പാടിക്കോ. അപ്പൊ നമ്മളിനി പാടാൻ പോകുന്ന പാട്ട് എല്ലാരും കേട്ടിരിക്കുക. ഉന്നെ പാട്ട് താണത്തെ താണ്ടിയുമെന്തിന് കാതല കാണിക്കണം താണ്ട മൂഞ്ചവ പേച്ചുണഴക എനക്കുള്ള തളങ്കുര ഓക്സിജൻ അളവ യാരവ യാരവ മ്യൂച്വൽ സ്റ്റാറിക്ക് സ്പോട്ട് എത്തി മൂന്നാർ. ഇവിടെയാണ് നമ്മുടെ മൂന്നാർ ലേക്ക്. അതിന്റെ പേരറിഞ്ഞൂടാ, നിങ്ങൾക്കറിയെങ്കിൽ താഴെ കമന്റ്. ഞാൻ കാട്ടാക്കടയിൽ ഇനി എല്ലായിടത്തും വെച്ച് കാണണമെങ്കിൽ ഡ്രൈവർ അണ്ണാനെ വിളിക്കാം കേട്ടാ. ഇപ്പൊ വിളിച്ചാൽ മതി. എന്താ നിന്റെ അഡ്രസ് എന്ന് പറയാം? കാട്ടാക്കട മില്ലിട്ടേക്കണ മോഹൻ എന്റെ അച്ഛനാണ് ചേട്ടാ. ഓ അത് നിന്റെ അച്ഛനായിരുന്നു. ഓ എന്റെ കൂടെ പണ്ട് 10ാം ക്ലാസ് പഠിച്ചതാണ്. എന്റെ അച്ഛന്റെ പ്രായം ഉണ്ടല്ലേ. ഒന്നുമില്ല കിളവനെന്ന് പറഞ്ഞാണ്.
ട്രവറണ്ണനെ ഊക്കി വിട്ടവൻ കണ്ട അവനെക്കാട്ടി അല്ല ട്രവറണ്ണന് അവനെക്കാട്ടിയും ബുദ്ധിയുണ്ടോ ട്രവറണ്ണ തലയിൽ? അതുകൊണ്ടാണ് മുടിയൊക്കെ നിറച്ച് അവനൊരു മുടിയുമില്ല. എന്തരടാ ഇങ്ങനെയൊക്കെ പറയണത് നീ? മുടിയില്ലാത്തവന് മുടിയുണ്ടെന്ന് പറഞ്ഞാൽ ആ മുടി വരുമോ ഇനി? ഉണ്ടായിരുന്നടാ. ഓക്കെ, ലേക്കത്തെ നമുക്കൊരു ചാടാം. ഞാൻ ഡൈവ് അടിക്കാനേ നോക്കി, ഇവിടെ വെള്ളമില്ലാത്തതുകൊണ്ട് ഡൈവ് ചെയ്തില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം എവരിവൺ. ഈ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം എവരിവൺ. ടാറ്റാ.